ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നമ്മുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ വെള്ളത്തിൽ തന്നെ ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ്. അരിയൊക്കെ കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ചിക്കൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ വേണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 8-10 ഗ്രാമ്പൂ, 7 ഏലക്ക, 4 പീസ് പട്ട, പിന്നെ തക്കോലം 1 സ്റ്റാർ അതും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൈസസ് എല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നെടുകെ കീറിയതാണ് കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം തന്നെ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 30 ചെറിയ ഉള്ളി ചതയ്ക്കുകയും ചെയ്യാം. ഞാൻ അരച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ ഒരു ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. 5 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 3 വലിയ തക്കാളിയാണ് കേട്ടോ. അതുപോലെ ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. എനിക്ക് വലിയ കഷ്ണങ്ങൾ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിക്കൊക്കെ അരിയുന്ന പോലെ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലയിലൊക്കെ നന്നായിട്ടൊന്നത് യോജിപ്പിച്ചെടുക്കാം.
നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇവിടെ ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 4.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി എന്ന് പറയുമ്പോൾ 4.5 ഗ്ലാസ് അരി. 4.5 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഏകദേശം ഒരു 80-85% വെന്ത് കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ദമ്മിടുന്ന സമയത്ത് വെന്ത് കിട്ടും. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ തിളച്ചിട്ടില്ലെങ്കിൽ ചിക്കൻ അധികം വെന്ത് പോവും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഈ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ആ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരിയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. അത് അരിയൊക്കെ കുറേശ്ശെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അരിയൊന്നും പൊടിയാതെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. അരി ഈ ഒരു പരുവായിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരിയും വെള്ളമൊക്കെ ഒരേ ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് ചെയ്യണത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ ബിരിയാണി അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ചെമ്പിൽ കനത്തിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ബിരിയാണി കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. ചിലർ ദോശക്കല്ലൊക്കെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബിരിയാണി ചെമ്പ് വയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാനിത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനത് അതിൻ്റെ മുകളിൽ ഒരു വലിയ ചെമ്പിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഒട്ടി പിടിച്ചിട്ട് ഒന്നുമില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.